5 का मौत हुआ है अभी तक, ठीक है। इंजर्ड हुआ है, इंजर्ड अभी तक 25 to 30 nearly, but the injuries are not fatal. We have already rescued them with their luggages. এবং এখানে हम लोग लोकल का एम्बुलेंस भी हम लोग अरेंज कर चुके हैं, ठीक है। वो जो पैसेंजर्स हैं हम लोग उन लोग को बाहर निकाल के एक यहाँ पे एक मदरसा में कैंप भी सेटअप किया है, वहाँ पे लेके जा रहे हैं और वहाँ से फिर आगे बस लेके एनजेपी तक लेके जा रहे हैं। പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 15 മരണം, 30 പേർക്ക് പരിക്ക്, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. അപകടം സിഗ്നൽ മറികടന്നെത്തിയ ചരക്ക് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഇടിച്ചു. ട്രെയിൻ അപകട മരണങ്ങളിൽ അനുശോചിച്ച പ്രസിഡന്റും പ്രധാനമന്ത്രിയും 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് നടുക്കം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി മമതാ ബാനർജി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ ശക്തികൾക്കുള്ള മറുപടിയെന്ന് പാളയം ഇമാം. മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ VP സുഹൈബ് മൗലവിയുടെ വിമർശനം പെരുന്നാൾ സന്ദേശ പ്രസംഗത്തിനിടെ. ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറണം, ജാതി സെൻസസ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും പാളയം ഇമാം. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. കൊച്ചി കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നടൻ മമ്മൂട്ടി നമസ്കാരം നടത്തി. വിഭാഗീയ പ്രവർത്തനങ്ങളെ ഒരുമിച്ചു നിന്ന് ചെറുക്കണമെന്ന് ഡോക്ടർ ഹുസൈൻ മടവൂർ. ഒമാനിലും ഇന്ന് പെരുന്നാൾ. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരണം. കാലാവധി കഴിഞ്ഞ 6 ചെക്കുകൾ കണ്ടെത്തി ബീഹാർ പോലീസ്. അറസ്റ്റിലായ 13 പേരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഗുരുതര കണ്ടെത്തൽ. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണത്തിൽ. തൃശൂരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. ചേലക്കര സ്വദേശി സുലൈമാന് മർദ്ദനമേറ്റത് ബലിപ്പെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ എത്തിയപ്പോൾ. ഭാര്യ പിതാവ് മൊയ്തു അറസ്റ്റിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും യുവാക്കളുടെ വാഹന അഭ്യാസ പ്രകടനം. മൂന്ന് യുവാക്കൾ വാഹനത്തിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നിന്ന് യാത്ര ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ. അഭ്യാസ പ്രകടനം. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനത്തിൽ. അപകടയാത്ര ദേശീയപാതയിലെ ഗ്യാപ് റോഡിനും മൂന്നാറിനുമിടയിൽ. തെലങ്കാനയിലെ സാമുദായിക സംഘർഷത്തിൽ അറസ്റ്റ്. ഘോഷാമഹൽ MLA രാജാ സിംഗ് അടക്കം 13 BJP നേതാക്കൾ അറസ്റ്റിൽ. മേധക്കിൽ നിരോധനാജ്ഞ. സംഘർഷമുണ്ടായത് പശുക്കളെ കടത്തിയെന്നാരോപിച്ച്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ KK ലതികയ്ക്കെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. DGPക്ക് പരാതി നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി. പോസ്റ്റ് വ്യാജമാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചെന്ന പരാതി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ പടർത്താൻ ശ്രമിച്ചതിന് കേസെടുക്കണമെന്ന ആവശ്യം. കണ്ണൂർ ന്യൂമാഹിയിൽ പുഴയിൽ ചാടിയ 13-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കല്ലായി അങ്ങാടിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ പെൺകുട്ടി.
മുകുന്ദൻ പാർക്കിന് സമീപം മൃതദേഹം കണ്ടെത്തിയത് മത്സ്യത്തൊഴിലാളികൾ. കുട്ടിയെ ഇന്നലെ രാവിലെ മുതൽ കാണാതായിരുന്നു. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ മണി ചെയിന് പുറമെ ബിറ്റ് കോയിൻ തട്ടിപ്പും 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ED കണ്ടെത്തൽ. തട്ടിപ്പ് HR കോയിൻ എന്ന പേരിൽ ലീഡർമാർക്കെതിരെ അന്വേഷണം ഊർജിതം. പാർട്ടിക്ക് ഓട്ടോറിക്ഷ തന്നെ ചിഹ്നമായി ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ PJ ജോസഫ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവശ്യമറിയിക്കും. ഓട്ടോറിക്ഷ ചിഹ്നം സാധാരണക്കാരുമായി ബന്ധപ്പെട്ടത്. ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നു എന്ന ആശങ്കയില്ലെന്നും PJ ജോസഫ്. തൃശൂരിലെ തോൽവി വലിയ ആഘാതമുണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന് കിട്ടേണ്ട വോട്ടുകൾ LDFിലേക്ക് പോയി. തെരഞ്ഞെടുപ്പ് തോൽവി CPMന് അണികൾ നൽകിയ താക്കീത്. രാഷ്ട്രീയ ധ്രുവീകരണം നടത്താനുള്ള കോൺഗ്രസ് തീരുമാനമാണ് വലിയ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ പ്രതിപക്ഷ നേതാവ്. മധുകരയിൽ മലയാളികളെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. മോഷണ സംഘത്തിൽ ആകെ 8 പേർ. സംഘമെത്തിയത് 3 കാറുകളിൽ. പ്രതികളിൽ ഒരാളായ മണികണ്ഠൻ ഉത്തർപ്രദേശിലെ സൈനികൻ. തൃത്താല SIയെ കാറിടിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി അജീഷ്. വാഹനം ഇടിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് FIR. കാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നെന്ന് പ്രതികളുടെ മൊഴി. പോലീസ് അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും പ്രതികൾ. കണ്ണൂരിൽ മണൽ മാഫിയയ്ക്ക് സഹായം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SI ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. നടപടി വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന്. പരിശോധന ചോർത്തിയെന്നും കൈക്കൂലി വാങ്ങിയെന്നും കണ്ടെത്തൽ.